ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് കുറുപ്പുംപടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം, അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. മുഖ്യമന്ത്രി ശരിക്കും എന്താ പറയുക, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ശരിക്കും അറിയില്ലായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും പല ആളുകളുണ്ടാവും, നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ലല്ലോ, അതിശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദവിയെക്കുറിച്ച് കേരളത്തിന് എന്തുമാത്രം അഭിമാനം ഉണ്ടാകുമായിരുന്നു. അതിൽ ഇപ്പോഴും അദ്ദേഹം ആ ഭാഗം പറഞ്ഞത് വളരെ ഗൗരവമാണ്. അത് ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ളതിലേക്കുള്ള സന്ദേശമായി മാറുമോ എന്നുകൂടി എല്ലാവരും സംശയിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞാൽ എന്താ, ചീഫ് സെക്രട്ടറി എന്ത് ചെയ്തു, കേന്ദ്രത്തിൽ വന്നതാണല്ലോ, ചീഫ് സെക്രട്ടറി അത് ഫോർവേഡ് ചെയ്തു, അതാണല്ലോ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ചീഫ് സെക്രട്ടറി അത് നേരെ മുന്നോട്ട് അയക്കുമോ? പ്രതിപക്ഷ നേതാവായിരിക്കെ വേങ്ങോലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സതീശൻ മുഹമ്മദ് ഹുസൈൻ്റെ വീട് സന്ദർശിച്ചതോടെയാണ് നാട്ടിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഇയാൾ അറിയപ്പെട്ടത്. അതാണ് നേരത്തെ പറഞ്ഞത്. നാട്ടിലെ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി എന്നാണ്. മാതൃഭൂമി പറയുന്നത് ഇയാൾ ഇങ്ങനെ ഉള്ളൊരു ബന്ധമുണ്ട് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായത് ആ വീട് സന്ദർശിച്ച സന്ദർഭത്തിലാണ് എന്നാണ്. മുഴുവൻ പാടിയില്ല എങ്കിൽ 3 വർഷം തടവ് ശിക്ഷ ലഭിക്കും എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്. എന്നാൽ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല എന്ന കാര്യവും എല്ലാവർക്കും അറിയാം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉയർന്നു നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി. പക്ഷേ നെല്ലും പതിരും തിരിക്കുമ്പോൾ എന്തൊക്കെ? ചോദ്യം: മയക്കുമരുന്ന് കേസിലെ പ്രതികളുമായി ഗാഠബന്ധം, ദൃശ്യങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഉത്തരം: നവകേരള സദസ്സിലെ പ്രതിഷേധങ്ങൾക്കിടെ മർദ്ദനമേറ്റ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ. എന്നാൽ വസ്തുത എന്ത്? നവകേരള സദസ്സ് തുടങ്ങിയത് 2023 നവംബറിൽ. എന്നാൽ 2021 മുതലേ VD സതീശനുമൊത്ത് പ്രതികൾക്ക് ബന്ധമുള്ള ദൃശ്യങ്ങൾ. അടുത്ത ചോദ്യം: വന്ദേ മാതരം. മുഖ്യമന്ത്രിയുടെ ഉത്തരം: അത് നിയമം വന്നല്ലോ, കേന്ദ്ര നിർദ്ദേശം ചീഫ് സെക്രട്ടറി ഫോർവേഡ് ചെയ്തത് മാത്രം. എന്നാൽ വസ്തുത: നിയമത്തിൽ മുഴുവൻ ചൊല്ലണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. വന്ദേ മാതരത്തോടുള്ള അനാദരവിനെതിരായ ശിക്ഷയാണ് ബില്ലിൻ്റെ സാരാംശം. അതായത് ദേശീയ ഗീതത്തിൻ്റെ അതേ ആദരവ് ദേശീയ ഗാനത്തിനും നൽകിയെന്ന് മാത്രം. ശിഷ്ടം: മുഖ്യമന്ത്രി മയക്കുമരുന്ന് പ്രതികളുമായുള്ള ബന്ധത്തിൽ പറഞ്ഞത് നുണ, കല്ലുവെച്ച നുണ. വന്ദേമാതരം മുഴുവൻ ചൊല്ലാനുള്ള സർക്കുലറിലും RSSന് കീഴ്പ്പെട്ട് മെഴുകി മറിഞ്ഞു എന്ന് മാത്രം. മെറ്റയുടെ കാര്യത്തിലും പരിഭവം പറയും വാചേന വെളുപ്പിക്കൽ. ജനങ്ങൾക്ക് സംശയം പുതുയുഗ വിസ്മയം എന്നാൽ എന്ത് എന്നാണ്. രാസലഹരിയിലും വന്ദേമാതരത്തിലും മെറ്റാമുക്കലിലും സർക്കാർ മറയ്ക്കുന്നത് എന്തൊക്കെ? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: CPIM നേതാവ് K അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് രജിൻ S ഉണ്ണിത്താൻ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി. ആദ്യം കോൺഗ്രസ് വക്താവ് ശ്രീ രജിൻ S ഉണ്ണിത്താനിലേക്ക്. രജിൻ S ഉണ്ണിത്താൻ, നമുക്ക് ഓരോ ഘട്ടങ്ങളായി തന്നെ പോകാം. ആദ്യം ഇന്നിപ്പോൾ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത് ഈ MDMA കേസിലെ പ്രതികൾ കോൺഗ്രസ് നേതാക്കന്മാരുമായി, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായുള്ള ഗാഠമായ ബന്ധം, അതിൻ്റെ ദൃശ്യങ്ങൾ. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞൊപ്പിച്ച് കടന്നുപോയത് 2023 നവകേരള സദസ്സിൽ പ്രതിഷേധങ്ങൾക്കിടെ മർദ്ദനമേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ അറിയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതെന്ന്.
പക്ഷേ 2021 മുതലേ PD സതീശനുമായി ഈ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തെത്തി. മാത്രമല്ല ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് പറയും പോലെ പുറപ്പെട്ടു, വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് പറയും പോലെ. എങ്ങനെയാണ് 2023 നവകേരള സദസ്സിന് ശേഷം ബന്ധമുള്ള ആളുമായി 2021 മുതൽ ബന്ധം വരിക? അജിംഷാദെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നിങ്ങളെല്ലാവരും ആരോപിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെന്ന് പറഞ്ഞ് NDMA കേസിൽ പ്രതിയായ ആളുകളെ പറ്റിയുള്ള വിശദീകരണം പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ അതുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഉള്ളൊരു ഫോട്ടോ എടുത്തു വെച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനെയല്ല സത്യത്തിൽ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരിക്കേൽക്കുകയും പരിക്കേറ്റ ആളുകളെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സന്ദർശിക്കും. അത് അന്ന് ഈ പറയുന്ന ആളുകൾ എങ്ങനത്തെ ആളുകളാണ് എന്നൊന്നും നമുക്ക് ചുഴിഞ്ഞു നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പലതരം ആളുകളും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെന്നു അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വീടുകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന ആരാണ് ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഈ ആളുകളെ പിടിച്ചിരിക്കുന്നത്? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ, അതായത് UDF നേതൃത്വം കൊടുക്കുന്ന കേരള സർക്കാരാണ് ഈ പറയുന്ന പ്രതികളെ പിടിച്ചിരിക്കുന്നത്. അവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവവുമില്ലാതെ സർക്കാരിൻ്റെ നയം എന്താണ് എന്നുള്ളത് ഈ പറയുന്ന മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നുള്ളത് നിശ്ചയദാർഢ്യത്തോടുകൂടി തെളിയിക്കുന്ന സർക്കാരാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന രീതിയിലേക്കാണ് ഈ പറയുന്ന പ്രതികളെ പിടിച്ചപ്പോൾ ഈ പറയുന്ന ബന്ധങ്ങൾ പറയുന്നുണ്ട്, ഫോട്ടോ എടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം, യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളും ഈ BD സതീശനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിശദീകരണവും അവർ തന്നിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ഇത്ര വലിയ പ്രയാസം അനുഭവിക്കുന്ന കാര്യം? ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ഉത്തരമല്ല ഇതിന്റെ ഉത്തരം K. അനിൽകുമാറും അല്ലെങ്കിൽ രതീഷ് ചക്രവാണിയുടെ നിരീക്ഷണവും വരട്ടെ. എൻ്റെ സംശയം ഇതാണ്, ആ ദൃശ്യങ്ങളൊന്ന് കാട്ടുക. അതായത് 2023 നവകേരള സദസ്സ് 2023 നവംബറിലല്ലേ തുടങ്ങുന്നത്? എങ്ങനെയാണ് ഇതാ 2021 ഈ ഹുസൈൻ മുസാഫിറിൻ്റെ പോസ്റ്റ് VD സതീശനുമൊത്തുള്ള, അത് പ്രതിപക്ഷ നേതാവാണ്. മാത്രമല്ല അതിലെ ഡേറ്റ് 2021 അതും ഗാഢമായ ബന്ധമുള്ള ദൃശ്യങ്ങളാണ്. അതായത് കാഷ്വൽ ഡ്രസ്സിൽ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി നിൽക്കുന്നു, അതടക്കമുള്ളതാണ്. മാത്രമല്ല ആഗ്രഹങ്ങൾ നിറവേറ്റി തന്ന നേതാവ് എന്ന് പറയുന്നു. ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഗാഢമായ ഗന്ധമാണ് എന്ന് ആഗ്രഹങ്ങൾ നിറവേറ്റി തന്ന നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയയുടെ ഭാഗഭാക്കായതിൽ വലിയ അഭിമാനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം ഇല്ല. ഞാനൊരു അദ്ദേഹം വിശദീകരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞതോ രാഷ്ട്രീയ നയങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തമായ വീക്ഷണവുമുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ട്, അഭിമാനമേറെ തോന്നുന്നു. ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന നേതാവിന് അത് ആർക്കും എഴുതാമല്ലോ. ഈ പറയുന്ന പിന്നെ സൈബർ ഹാൻഡിലുകളിൽ CPM-മായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJP-യുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായി ബന്ധപ്പെട്ട സൈബർ ഹാൻഡിലുകൾ പലതും കാണുമല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള ഹാൻഡിലിൽ പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള അല്ലാതെ ഒഫീഷ്യലായിട്ടോ അല്ല അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയോ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളും ഇന്ന് കേരളത്തിലില്ല. അദ്ദേഹത്തിന് അങ്ങനെ സോഷ്യൽ മീഡിയ ടീമൊന്നും കേരളത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അങ്ങനെ പറയാം, പക്ഷേ അത് ജനങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾക്ക് അത് ബോധ്യമാകണമെന്നില്ല. അതാണ് ഞാൻ നേരത്തെ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം 2 എണ്ണമാണ് രജനീഷ് ഉണ്ണിത്താൻ. അതൊന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകാം. നമ്മൾ ചുമ്മാ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമല്ലോ. ജനങ്ങൾക്കും പ്രേക്ഷകർക്കും ഇതൊക്കെ പെറുക്കിയെടുക്കാൻ പറ്റണം. നിങ്ങളുടെ വിശദീകരണമാണെങ്കിൽ, CPM-ന്റെ വിശദീകരണമാണെങ്കിൽ, നിരീക്ഷകരുടെ വിഷയമാണെങ്കിൽ, ഇവർ പറയുന്നതൊക്കെ ജനങ്ങൾക്ക് പെറുക്കിയെടുക്കാനാകണം. അതാണ് ഈ ചർച്ചയുടെ യഥാർത്ഥത്തിൽ ഉദ്ദേശം. തർക്കിക്കുകയും ഒന്നുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. നാരായണ ഗുരു പറഞ്ഞ പോലെ സംവാദം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. 2023 നവകേരള സദസ്സ് തുടങ്ങിയെങ്കിൽ എങ്ങനെയാണ് 2021 പ്രതിപക്ഷ നേതാവുമായി, അന്നത്തെ പ്രതിപക്ഷ നേതാവുമായി ബന്ധം വരിക? അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കളവല്ലേ?
അങ്ങനെ എങ്ങനെയാണ് കള്ളം പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പറയുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ഒരാളെ കാണാൻ പോകുന്നു. അത് തൊട്ടേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. അതിന് മുമ്പ് ആർക്കും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാവുന്നേ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നവർ എങ്ങനെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. അദ്ദേഹം ഒരിക്കലും തട്ടിമാറ്റത്തില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ ഹുസൈൻ മുസാഫിറുമായി ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായി അത് മുമ്പോട്ടുള്ള ബന്ധമുണ്ടെന്ന് നിങ്ങൾ എന്ത് ആധികാരികതയുടെ പേരിലാണ് പറയുന്നത്? ശരി, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഹുസൈൻ മുസാഫിറുമായുള്ള എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ടോ ഫോട്ടോ ഇട്ടെന്നും പറഞ്ഞുകൊണ്ടോ അതുമായി മുമ്പുള്ള ബന്ധമുണ്ടെന്ന് എന്ത് ആധികാരികയുടെ പേരിലാണ് അഭിഷാദെ പറയുന്നത്? ആളുകൾ പറക്കിയെടുക്കട്ടെ. നിങ്ങൾ എന്ത് ആധികാരികയുടെ പേരിലാണ് നിങ്ങൾ പറയുന്നത്? രജന സുന്നിത്താൻ, അബ്ദുൽ സലാമുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. പിന്നീട് മറ്റ് പ്രതികളുണ്ട്, അവരുമായിട്ടുള്ള ദൃശ്യങ്ങളുമുണ്ട്, അതേ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഹുസൈൻ മുസാഫിറുമായി കളങ്കവുമില്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി പൊതുസമൂഹത്തിന് പ്രസ് മീറ്റ് ഇരുന്നാ പറഞ്ഞത്. അത് കാര്യമല്ല, പറഞ്ഞത് എന്ത് എന്നുള്ളതാണ് വിഷയം. അതായത് ഈ ഹുസൈൻ മുസാഫിറുമായി ഈ അവിടുത്തെ നാട്ടുകാരും കോൺഗ്രസ്സുകാരും എല്ലാം പരിചയപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് താൻ കണ്ടത്, താൻ പോയത്. നവകേരള സദസ്സിന് ശേഷം അടികൊണ്ടു, അങ്ങനെ ആണ് പോയത്, തിരുമലിന് ശേഷം കണ്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത ഇന്ന് ഗോവിന്ദമാഷ് കോട്ട് ചെയ്തു. മാതൃഭൂമി പത്രം സ്ക്രീനിലിട്ട് കാണിച്ചിട്ടാണ്. കാരണം അതിൽ പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവായിരിക്കെ ഈ ഹുസൈൻ്റെ വീട്ടിൽ വി.ഡി. സതീശൻ എത്തിയതിന് ശേഷമാണ് അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ പോലും ഈ ഹുസൈനെ ആ അർത്ഥത്തിൽ തിരിച്ചറിയുന്നതെന്ന് വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞത്. അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ 2023 പരിചയം 2021 തുടങ്ങുന്നു. ടൈം ആൻഡ് സ്പേസ് ഒക്കെ മാറുകയാണ്. പ്രതിപക്ഷ നേതാവ് അവിടെ പോകുന്നത് പിന്നെ എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവ് ആ പറയുന്ന പോയിന്റ് എങ്ങനെയാണ്? അവിടുത്തെ MLA, അവിടുത്തെ ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെയാണ് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന വ്യക്തിയുടെ, ഈ പറയുന്ന ആളുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ആളുകൾ അവിടെ പ്രതിപക്ഷ നേതാവ് വന്നപ്പോഴാണ് ആളുകൾ അറിയുന്നത് എന്ന് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊരു സംഭവം നടന്നാൽ പ്രതിപക്ഷ നേതാവ് ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും, സ്വാഭാവികമല്ലേ? താങ്കൾ വിശദമായ ഉത്തരം പറഞ്ഞു. ഇനി നമുക്ക് ഈ ഉത്തരത്തിന്മേലുള്ള ചർച്ച തന്നെ തുടരാം. ശ്രീ കെ അനിൽകുമാർ, ഇന്ന് മുഖ്യമന്ത്രി എനിക്ക് അജിം ഷാദിനോട് ചോദിക്കാൻ ഒറ്റ ചോദ്യം, ഈ ചർച്ചയെ സമ്പന്നമാക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർക്ക് പറക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങ് നിർത്തിയേക്കാം. ഈ പറയുന്ന അഖിൽ രാജ് DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു, CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. 46 ഗ്രാം MDMA ആയിട്ടാണ് പിടിക്കപ്പെട്ടത്. മുസ്ഫിൻ, അതുപോലെ വിഘ്നേഷ്, റഷീദ്, അതുപോലെ ശ്രീജിത്ത്, പിന്നെ ബിനീഷ് കോടിയുടെ കാര്യം പറയണം. ഇപ്പൊ ഈ അടുത്ത 2 അധ്യാപകരെ പിടിച്ചല്ലോ നിങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട്. ബിനീഷ് കോടിയുടെ പേര് പറയരുത്, നിങ്ങൾ അകത്താകും. കാരണം നിങ്ങൾക്കെതിരെ അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അദ്ദേഹം അത് വിടൂ. ഞാൻ തിരിച്ചെത്താ രജിൻ അനാവശ്യമായി ഒന്ന് പറയട്ടെ അജിംഷാദെ, ഈ പറയുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അന്ന് വന്നപ്പോൾ ഇത് പറയുന്ന മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി സംവിധാനത്തിലുള്ള ആരെങ്കിലും ഇതുപോലെ വന്നിരുന്നിട്ട് ഇത് ഞങ്ങളുടെ ആളുകളാണ് കാണിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രതികളാണെന്നോ കോടതി അങ്ങനെ പറയാനുള്ള അനിൽകുമാർ, ശ്രീ കെ അനിൽകുമാർ, മുഖ്യമന്ത്രിക്ക് മേൽ ഉണ്ടായ ആരോപണത്തിൽ പ്രധാനമായ ഒന്ന് ഇന്ന് ചർച്ച ചെയ്തത്, ഒന്ന് ഈ മയക്കുമരുന്ന് പ്രതികളുമായുള്ള ബന്ധം, 2 വന്ദേ മാതരം സംബന്ധിച്ച്, അതാണ് അതിലേക്കൊക്കെ മെറ്റയുടെ വാർത്തകൾ മുക്കുന്നത് സംബന്ധിച്ചൊക്കെയാണ്. ആദ്യമായി നമുക്ക് പോകാം മയക്കുമരുന്ന് കേസിലെ പ്രതികളുമായുള്ള ബന്ധം. ആ ബന്ധത്തിൽ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചല്ലോ. ഇനി എന്താണ് സംശയം ബാക്കി? താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? വി.ഡി. സതീശൻ ഓരോ ദിവസവും എന്ന പോലെ തുറന്നു കാട്ടപ്പെടുക.
ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി നിയമസഭയിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വ്യക്തമാക്കിയത് വി.ഡി. സതീശൻ കാപട്യത്തിൻ്റെ ആൾരൂപമാണ് എന്നാണ്. അത് ഓരോ ദിവസവും എന്ന പോലെ കേരളത്തിലെ ജനങ്ങൾക്കാകെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഞാനൊരു തീയതി പറയാം. 2025 മാർച്ച് 22 കോഴിക്കോട് ഗോകുലം എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ച് വി.ഡി. സതീശൻ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഒരു വിരുന്നാണ്. അതിൽ ഈ ലഹരി ഉപയോഗിച്ച കേസിൽ ഇപ്പോൾ പിടിയിലാക്കപ്പെട്ട വ്യക്തി അവിടെ വന്നിരുന്നോ? നിങ്ങൾ നവകേരള സദസ്സിൽ കരികുടി കാണിച്ചു, ഒരാൾക്ക് തല്ല് കിട്ടി. ആ തല്ല് കിട്ടിയ ആളെ അവിടെ പോയി ഒന്ന് കണ്ടു. ഞാൻ എന്ത് ചെയ്യാനാ വേറെ? ഈ വ്യക്തി എന്തിനാണ് 2025 അവിടെ വിളിച്ചുകൊണ്ട് പോയത്? അടുത്ത ചോദ്യം, വി.ഡി. സതീശൻ ടീം UDF എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നിർമ്മിച്ചത് 5 പേരാണ്. ആ 5 പേരിൽ 3-4 പേര് ഇപ്പോൾ ലഹരി കേസിലെ പ്രതികളാണ്. അപ്പോൾ ലഹരിക്കടത്തെന്ന് പറയുന്നത്, രാസലഹരിക്കടത്തെന്ന് പറയുന്നത് മൊത്തക്കച്ചവടം ചെയ്യുന്ന ഒരു ടീം വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു. അതിൻ്റെ വീഡിയോ ലഭ്യമാണ്. ആ ടീം എങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കെതിരായിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിയത്? രാഷ്ട്രീയമായി ഈ രാസലഹരിയുടെ പ്രതികളെ, നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യാൻ വ്യാജമായി മറഞ്ഞിരുന്ന് ഉപയോഗിച്ചത്, അതിപ്പോൾ പുറത്തു വന്നിരിക്കല്ലേ? മൂന്നാമത്തെ കാര്യം, പെരുമ്പാവൂരിൽ വെച്ച് നവകേരള സദസ്സിൽ വെച്ച് അതിൻ്റെ ആ മന്ത്രിമാരുടെ വാഹനം പോകുന്ന ഘട്ടത്തിൽ ഈ മാന്യൻ കരികൂട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസുകാർ വന്ന് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നതും കാണുന്നുണ്ട്. വാഹനത്തിൽ വീഡിയോ അദ്ദേഹം എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുകയാണ്. ഇതിലെവിടെ മർദ്ദനം? സതീശൻ പറയുന്നത് മർദ്ദനമേറ്റ് ഭീകരാവസ്ഥയിലായി, അപ്പോൾ അയാളെ വിളിച്ചു. അത് കഴിഞ്ഞോ അയാൾ തിരുമല ചികിത്സയും മുഴിച്ചിലും കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, സതീശൻ കള്ളനല്ല, നുണയനല്ല എന്ന് തെളിയിക്കാൻ അയാളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. മാത്രമല്ല, ആലപ്പുഴയിലെ മറ്റൊരു പോലീസ് മർദ്ദനം ഉണ്ടായപ്പോൾ കേരളം മുഴുവൻ എത്ര കോലാഹലാക്കി. പെരുമ്പാവൂരിൽ അതുണ്ടായോ? പെരുമ്പാവൂരിൽ ഈ ക്രിമിനലുകളുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരെ ഒരു ചാനലിൽ ഷൂട്ട് ചെയ്ത് ചെരിപ്പറിയുന്ന കണ്ടില്ലേ? ആ ചെരിപ്പറിഞ്ഞ ഒരു സ്ഥലമാണത്. അവിടെ ഈ വ്യക്തിക്ക് പരിക്ക് പറ്റിയതിന് തെളിവെന്ത്? ഇയാൾ എവിടെ ചികിത്സ നടത്തിയതിന് തെളിവെന്ത്? സതീശൻ ഡേറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നുണ പറഞ്ഞത്. പോലീസുകളെ ആക്രമിച്ചെങ്കിൽ ആക്രമിച്ച പോലീസിനെതിരെ എന്ത് നടപടി? നിങ്ങൾക്ക് പരാതിയുണ്ടോ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത DYSPയെ കാസർകോട്ടേക്ക് മാറ്റി. അങ്ങനെയാണ് സ്ത്രീ സുരക്ഷ, വി.ഡി. സതീശൻ്റെ സ്ത്രീ സുരക്ഷ. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തയാളെ കാസർകോട്ടേക്ക് മാറ്റിക്കോ. നിങ്ങളങ്ങനെ വിപ്ലവം നടത്തിക്കോ. അധികാരം ഉപയോഗിച്ചോ. നോഡൽ ഓഫീസർ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ നുണയിൽ അത് മറ്റൊരു കാര്യമാണ്. ചെന്നിത്തലയ്ക്ക് മന്ത്രിസ്ഥാനം പോവും. നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പിന്നെ മനസ്സിലാവും. ജോപ്പനെ എന്തിനാ അറസ്റ്റ് ചെയ്ത്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി ചോദിച്ചില്ലേ, മറിയാമ്മ ചോദിച്ചില്ലേ, എന്തിനാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു ജോപ്പനെ അറസ്റ്റ് ചെയ്യാൻ അന്നത്തെ ആഭ്യന്തരകാര്യമന്ത്രി പറഞ്ഞ ന്യായം? ആ ന്യായം ഇപ്പോൾ പറയാമോ? ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അപരിചിതമായ വഴിയിലൂടെ പോവുകയാണ്. കരുണാകരനെ ഇറക്കാൻ ചാരക്കേസ് ഉണ്ടാക്കിയൊരു പാർട്ടിയല്ലേ അത്? AK ആന്റണിക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തി ആന്റണിയെ കെട്ടുകെട്ടിച്ച കൂട്ടരല്ലേ അവർ? ഉമ്മൻചാണ്ടിക്കെതിരെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നടന്നു എന്നുള്ള കാര്യം പിന്നീട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഒന്നും അറ്റത്ത് ഞങ്ങളെ പിടിക്കണ്ട, ഞങ്ങളെ ഏതെങ്കിലും അറ്റത്ത് പിടിക്കണ്ട. ഞങ്ങൾ പ്രതിപക്ഷ നിലയ്ക്ക് അതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, നാളെ ഉപയോഗിക്കുകയും ചെയ്യും.
പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ സതീശൻ പറഞ്ഞു അയ്യോ ബെറ്റ. ഞാനൊരു ഉദാഹരണം പറയാം. പ്രതിപക്ഷ നേതാവും മനോരമയിലെ ബഹുമാനപ്പെട്ട ശ്രീ ജോണി ലൂക്കോസ് തമ്മിൽ ഇൻ്റർവ്യൂ അത് നീക്കം ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആ ഇലക്ഷൻ കമ്മീഷനുടെ പേര് കേട്ടിട്ടുണ്ടോ? രക്തം കേൽക്കർ. ഇപ്പോൾ എവിടെ അയാൾ പണിയെടുക്കുന്നത്? സതീശൻ്റെ ആഫീസിൽ. ഇനി വി ഡി സതീശൻ പറഞ്ഞങ്ങ് വിശ്വസിച്ചു. നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മെറ്റയെ കൊണ്ട് അവർക്കെതിരായ എല്ലാ പ്രചരണങ്ങളും അവർക്കെതിരായ എല്ലാ ആഖ്യാനങ്ങളും നീക്കം ചെയ്യിക്കുന്ന പോലെ സതീശൻ സ്വന്തം കുഞ്ഞായതുകൊണ്ട് മോഡി എന്തായാലും മെറ്റയെ കൊണ്ട് ജയിച്ച കാര്യം സതീശന് വേണ്ടിയും ചെയ്തു കാണും. സതീശൻ അറിഞ്ഞു കാണുകയില്ല. സതീശൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന അങ്ങ് വിശ്വസിച്ചേക്കാം. എല്ലാം നുണ പറയും സതീശൻ, ഇത് കൂടെ നുണ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മോദി സതീശന് വേണ്ടി അതും ചെയ്തു. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇത്രയും ഗുരുതരമായ ഒരു രാസലഹരി സംഭവം ഉണ്ടായിട്ട് കേരളത്തിലെ BJPയുടെ 3 പ്രതിപക്ഷ MLA മാർ മിണ്ടിയോ? BJPയുടെ പ്രസ്താവന ഞാൻ കണ്ടില്ല. BJP കേരളത്തിൽ പ്രതിപക്ഷത്താണോ? BJP കേരളത്തിൽ പ്രതിപക്ഷത്താണെങ്കിൽ സതീശൻ്റെ ഈ ഇടപാടുകളെ എന്തുകൊണ്ട് BJP ചോദ്യം ചെയ്യുന്നില്ല? സതീശൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞു. സതീശനെ പിന്തുണയ്ക്കാനാണ് BJP എപ്പോഴും പ്രസ്താവന ഇറക്കുന്നത്. അവിടെ കടലോരത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കടലിൽ പോയി അപകടപ്പെട്ടപ്പോൾ അവരെ രക്ഷിക്കാൻ സമയബന്ധിതമായി ഇറങ്ങിത്തിരിക്കാത്തവർ, അതിനെക്കുറിച്ച് അവിടെ നല്ല നിലയിൽ പ്രതിഷേധം വന്നപ്പോൾ UDFനെ രക്ഷിക്കാൻ വേണ്ടി, സതീശനെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ചത് ആരാണ്? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ തന്നെയാണ് ഹെലികോപ്റ്റർ ഏർപ്പാട് ചെയ്ത് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് കണ്ടില്ലേ? സതീശൻ ഓവർ ടൈം പണിയെടുക്കുന്നു, ഞങ്ങളോട് പറയുന്നു. രേഖയില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചു പറഞ്ഞതിന് രേഖയില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി സാക്ഷ്യം പറയുന്ന പോലെ സതീശൻ്റെ നുണയ്ക്ക് സാക്ഷ്യം പറയാൻ രാജീവ് ചന്ദ്രശേഖർ. ഇതാണ് കോലീബി സഖ്യം. തെരഞ്ഞെടുപ്പിന് മുന്നാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം കോലീബി സഖ്യം തുടരുന്നു. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് അഭ്യർത്ഥിക്കല്ല, അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ആ പരിക്ക് പറ്റിയ അദ്ദേഹത്തിൻ്റെ വൂണ്ട് സർട്ടിഫിക്കറ്റോ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഒന്ന് കാണിക്കാമോ? 2 പരിക്ക് പറ്റിയൊരു വിഷ്വൽ കാണിക്കാമോ? ഈ വണ്ടിയെ കയറി വിനോദയാത്ര പോകുന്ന പോലെ പോലീസ് വണ്ടിയെ കയറി അറസ്റ്റ് കഴിഞ്ഞ് പോയ ഒരാൾ വീഡിയോ ഇട്ടയാൾ തല്ലുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇല്ലാതാക്കുമോ? വീഡിയോ ഒഴിവാക്കുമോ? ഇതുവരെ ആ വീഡിയോ പുറത്ത് വന്നിട്ടില്ലല്ലോ. അപ്പോൾ സതീശൻ തന്നെ പറയണം ഇതാണ് വീഡിയോ. ഇനി ആ ആളെ കാണാൻ പോകുമ്പോൾ അയാളങ്ങനെ കിടപ്പാണോ? ഒഴിച്ചിൽ കഴിഞ്ഞ് കിടപ്പാണോ? നമ്മളൊരു കാര്യം ഒരു നുണ പറയുമ്പോൾ ഒരു നുണയ്ക്ക് നിൽക്കത്തില്ല, നിരവധി നുണകൾ വരും. ആ നുണകൾ ഓരോന്നോരോന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോൾ അടുത്ത നുണ പറയാതെ രക്ഷയില്ലെന്നാവും. അങ്ങനെ പുലി ചക്രത്തെ കയറിയ പോലെ സതീശൻ നുണയുടെ ചക്രത്തെ കയറിയിരിക്കുകയാണ്. എന്നിട്ട് എല്ലാ ബുധനാഴ്ചയും ഒന്ന് വലിച്ച് താഴേക്കിടുകയാണ്. ഇന്ന് തന്നെ P. രാജീവ് ചൂണ്ടിക്കാണിച്ചു 3 നുണ. രാജീവ് തന്നെ പൊളിച്ചു. വന്ദേമാതരം നുണയും പൊളിച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്നു, പാർട്ടിയിലും ജനങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്നു. വെറുക്കപ്പെട്ടൊരു മുഖ്യമന്ത്രിയായി 100 ദിവസം കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. ഇതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീ രതീഷ് ചക്രവാണി, 2023 തുടരുന്ന നവകേരള സദസ്സിൻ്റെ പ്രതിഷേധത്തിന് ശേഷം പരിചയപ്പെടുന്ന ഒരാളുമായി 2021 മുതലേ ബന്ധം. ഇവിടെ കെ അനിൽകുമാർ ചോദിച്ചതുപോലെ എന്താണ് മർദ്ദനം, ഈ മർദ്ദനമേറ്റതിൻ്റെ വല്ല ദൃശ്യമോ മെഡിക്കൽ റിപ്പോർട്ടോ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോയോ വീഡിയോയോ വല്ലതുമുണ്ടോ? അപ്പോൾ പറയുമ്പോൾ കളവ് പറയുന്നെങ്കിൽ ഒരു നല്ല കള്ളം പറയണമെന്നൊക്കെ നാടൻ ഭാഷയുണ്ട്. ഇതാണ് ഇവിടെ ബോധ്യമാകും. താങ്കൾക്കിന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ബോധ്യമായതും തോന്നിയതും എന്തൊക്കെയാണ്? ദുഃഖമുണ്ട് പറയാൻ. പക്ഷേ ഏറ്റവും ആദ്യമേ തന്നെ പറയട്ടെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കൂടി ഒരു നുണകളുടെ പ്രളയം തീർത്താണ് യഥാർത്ഥത്തിൽ VD സതീശൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.
അതിലിപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. ഏറ്റവും ആദ്യം പജിംഷാദ് പറഞ്ഞു വെച്ച നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിലെ ഈ ഒരു കാര്യത്തിലേക്ക് വരാം. ഈ മയക്കുമരുന്ന് MDMA കേസുമായി ബന്ധപ്പെട്ട് ഈ MDMA കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം 3 പേർ അറസ്റ്റിലാകുന്നു. 139.29 ഗ്രാം MDMA പിടിച്ചെടുക്കുന്നു. ഇതിൽ കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം 500 ഗ്രാം, അതായത് 1/2 കിലോ MDMAയുമായിട്ടാണ് ഇവർ യഥാർത്ഥത്തിൽ യാത്ര തുടങ്ങിയത്. അത് മറ്റു പല ജില്ലകളിലും സപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇങ്ങോട്ട് എത്തിയത്. ഇപ്പം തന്നെ അവരുടെ കയ്യിലുള്ള MDMAയുടെ വില എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിൽ മയക്കുമരുന്ന് ഹോൾസെയിൽ ഡീലർമാരായി കച്ചവടം നടത്തുന്ന ആളുകളെക്കുറിച്ച് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ വിശേഷിപ്പിച്ചത് എന്താണെന്നുള്ളത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ സതീശൻ തന്നെ പറയുന്നത്, അദ്ദേഹം എന്ന് വിളിച്ചുകൊണ്ടാണ് ഇയാളെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നുവെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗ്രാവിറ്റി വളരെ കൃത്യമായി കുറക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു MDMA കേസിൽ പെട്ടുവെന്ന് പറയുകയും ഉടനെ തന്നെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം നവകേരള ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ അക്രമത്തിനിരയായിട്ടുള്ള ക്രൂരമായ പീഡനത്തിനിരയായിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നു. ആ നരേറ്റീവ് ബിൽഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം തിരുമ്മലും അതുപോലെ തന്നെ ഒഴിച്ചിലും നടത്തി കിടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി പരിചയപ്പെട്ടത്. അന്ന് ഞാൻ എല്ലാവരെയും വിളിക്കുന്നത് പോലെ വിളിച്ചു. അതിനുശേഷം ഇവരെ പലതവണ കാണാൻ വന്നു. ആ കാണാൻ വന്നപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, അടികൊണ്ട പിള്ളേർ എന്നുള്ള നിലക്ക് ചേർത്ത് നിർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകരൊക്കെ ഒരു കാര്യം അത് ആലോചിക്കണം. ഒരു വീട്ടമ്മയോട്, സ്വന്തമായി വീടില്ലാത്ത സ്വന്തം നിയോജക മണ്ഡലത്തിലെ പറവൂരിലെ ഒരു വീട്ടമ്മയോട് നിങ്ങൾക്ക് സൂക്കേട് മാറിയോ എന്ന് ചോദിച്ചാൽ, ഒരു മാധ്യമ പ്രവർത്തകനോട് സൂക്കേട് മാറിയോ എന്ന് ചോദിച്ചാൽ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള വേദന ഉണ്ടാക്കരുത്, പോറലുണ്ടാക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഞെട്ടിപ്പോകുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ അത് തന്നെ ഉണ്ടാക്കിയത്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ, താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. 2023 മാത്രം പരിചയപ്പെട്ടു എന്ന് പറയുന്ന അദ്ദേഹം 2021, 22, 23 ഈ പരിചയപ്പെട്ടു എന്ന് പറയുന്ന പീരീഡിന് മുമ്പ് നിരവധി ഫോട്ടോകൾ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ആകെ ഇട്ടേക്കുന്നത് 26 ഫോട്ടോകളും അതുപോലെ 4 റീലുകളുമാണ്. ആ 4 റീലുകളിലും 26 ഫോട്ടോകളിലും താങ്കളിപ്പോൾ കാണിച്ചതുപോലെ അതിൽ ഒരേ ഒരു ദൃശ്യം മാത്രമേ ഉള്ളൂ. അതായത് ഒരു കരിങ്കൊടി വീശി കാണിക്കുന്നു നവകേരള ബസ്സിനെതിരെ. അപ്പോൾ പോലും അദ്ദേഹത്തിന് അടി കിട്ടിയിട്ടില്ല. അടി കിട്ടി എന്ന് പറയുന്ന ഒരു ആരോപണം പോലും അവിടെയുള്ള ആളുകൾക്കോ നാട്ടുകാർക്കോ അറിയില്ല. അപ്പോൾ അദ്ദേഹം ചികിത്സക്ക് പോയതായിട്ടും അറിയില്ല. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഒരു മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ഈ പറയുന്ന പോലെ ഒരു വീരപരിവേഷം നൽകി അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് ഒരാളുകൾക്ക് ഈ പറയുന്ന പോലെ ചെയ്ത കുറ്റമുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ വലിയൊരു അനുഭാവം തോന്നാനുള്ള ഒരു വാക്കുകൾ ഉപയോഗിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായ കാര്യം. ഇനി ഇത് മുഖ്യമന്ത്രി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഏറ്റവും ആദ്യം പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആദ്യമായിട്ട് കേരളത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, അദ്ദേഹം മന്ത്രി കൂടിയാണ്, അദ്ദേഹം ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല എന്നാണ്. രണ്ടാമത്തത് പറയുന്നത് അദ്ദേഹം ഒരു അനൗദ്യോഗിക കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണെന്നാണ്. എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന് അനൗദ്യോഗിക കമ്മിറ്റി ഉണ്ടാവുക? അപ്പോൾ ഇത്തരത്തിൽ ആ തുടക്കം മുതൽ തന്നെ ഇപ്പം റെജിന സുൽത്താൻ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പരിചയമുണ്ടായി ഈ സംഭവത്തിന് ശേഷം എങ്ങനെ പുറത്താക്കും? അപ്പം ആ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പറയുന്നു പുറത്താക്കിയെന്ന്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു ഞങ്ങൾ 9-ാം തീയതി രാത്രി തന്നെ പുറത്താക്കിയെന്ന് പറയുന്നു. അപ്പോൾ ഈ പുറത്താക്കി പോലും ബാക്കിയുള്ള ആളുകളൊന്നും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും ആദ്യം ഇപ്പോൾ റെജിന സുൽത്താൻ ഇവിടെ പറഞ്ഞൊരു ന്യായം ആദ്യമായി വേണമെങ്കിൽ പറയാൻ കഴിയുമായിരുന്നു. ഞങ്ങൾക്ക് പരിചയമുണ്ട്, ഒരു ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ, അത് ഇതുപോലെയുള്ളൊരു പരിചയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒഴിവാകാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവർ ഏറ്റവും ആദ്യമായി ന്യായങ്ങൾ ചമച്ചുപോയി. ഇനി ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, PA അബ്ദുൾ സലാം എന്ന് പറയുന്ന മറ്റൊരു പ്രതിയെ കൂടി മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന് പറഞ്ഞു.
മുഖ്യമന്ത്രി ഇന്ന് വളരെ ബുദ്ധിപരമായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉരിയാടാതെ വിട്ടു. യഥാർത്ഥത്തിൽ പെരുമ്പാവൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഗുണ്ടയുടെ അനുചരനാണ് അദ്ദേഹം എന്ന് പറയുന്ന ആരോപണവും ഇപ്പോൾ ഈ കൈരളി ടി വിയിൽ കാണിച്ചിട്ടുള്ള വീഡിയോയിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി എങ്ങനെയാണ് ബന്ധം? അദ്ദേഹത്തിനും ഈ 2023 അടികൊള്ളുകയും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വലിയ അനിതസാധാരണമായിട്ടുള്ള കഴിവുകളുള്ളതുകൊണ്ട് 2021 തന്നെ പോയി പരിചയപ്പെടുകയും ചെയ്തു. അതായത് 2023 അടികൊള്ളും സംസാരിക്കുന്നത് പോലെ മിനിറ്റുകളോളം സംസാരിക്കുന്നത്, അതും കാഷ്വൽ ഡ്രസ്സിൽ, വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിലാണ് വി ഡി സതീശൻ സംസാരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും കൈരളി പുറത്തുവിട്ടു. അതും ഒരിക്കൽ കൂടി നമുക്ക് വേണമെങ്കിൽ കാണാം. തുടർന്ന് ഇത് ഈ കേരളത്തിലുള്ള അരിഭക്ഷണം കഴിക്കുന്ന മലയാളിക്കും ബംഗാളിക്കും പോലും അറിയാതെ ഇത് യഥാർത്ഥത്തിൽ വി ഡി സതീശനുമായി വളരെ ഉറ്റ ബന്ധമുള്ള ആളുകളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സോഷ്യൽ മീഡിയ ടീമില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ റെജിനസ് ഉണ്ണിത്താനൊക്കെ ഇരുന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. ഞാനിപ്പോൾ അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ റോജിയം ജോണിനുമൊക്കെ എതിരെ ഈ ഇദ്ദേഹത്തിൻ്റെ വളരെ പരിചയമുള്ള ഒരു വനിതാ വക്കീലടക്കം അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന PA അടക്കമുള്ള ആളുകളും ഹൈബീഡനടക്കമുള്ള ആളുകളും ഉണ്ടായിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള സന്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്, പുറത്തേക്ക് പോയതാണ്. ആ സോഷ്യൽ ഗ്രൂപ്പുകൾ ആരുടേതാണ്? ആ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനുള്ള ഗ്രൂപ്പുകൾ ആരുടേതാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കള്ളങ്ങളുടെ ഒരു പെരുമഴക്കാലം തീർത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും ആദ്യമേ തന്നെ വന്നിട്ട് എനിക്കിങ്ങനെ പരിചയമുണ്ട്, രണ്ടുപേരെ പരിചയമുണ്ട്, ഇതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇത്രയും ഈ പറയുന്ന നൂറുകണക്കിന് കള്ളങ്ങൾ അതിനുശേഷം 2023 ഈ പറയുന്ന പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ പരിക്ക് പറ്റിയ ആളെന്നുള്ള നിലക്ക് ഞാൻ പരിചയപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി പരിവേഷം ഇദ്ദേഹത്തിന് കൊടുക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ശ്രമിക്കുന്നത് എന്തിനാണ്? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിന് ശേഷം അദ്ദേഹം നിരവധി നുണകളും ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതെല്ലാം ചെയ്യുന്നത് കൂടാതെ ഇത് യഥാർത്ഥത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രക്തസാക്ഷി പരിവേഷം ഇദ്ദേഹത്തിന് കൊടുക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ശ്രമിക്കുന്നത് എന്തിനാണ്? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിന് ശേഷം അദ്ദേഹം നിരവധി നുണകളും ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതെല്ലാം ചെയ്യുന്നത് കൂടാതെ ഇത് യഥാർത്ഥത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയാം. ഈ നമ്മുടെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വലിയ നുണ പറഞ്ഞു. ആ വലിയ നുണ എന്താണ്? ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു. ആ നിയമം എന്തിനെ കുറിച്ചാണ്? നിയമം പാസ്സാക്കിയത് ദേശീയ ഗാനവും ദേശീയ പതാകയോടും ബഹുമാനിക്കുന്നത് പോലെ വന്ദേമാതരത്തോടുകൂടി ബഹുമാനിക്കണമെന്ന് മാത്രമാണ്. പക്ഷെ അതിന് അദ്ദേഹം പറയുന്നത് അത് മുഴുവനായി പാടണമെന്ന് പറഞ്ഞ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെന്നാണ്. ഇത് പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് എല്ലാവരും ഒന്ന് ചർച്ച ചെയ്തു. പക്ഷെ ചർച്ച ചെയ്യാത്തൊരു കാര്യം കൂടിയുണ്ട്. ആ ചർച്ച ചെയ്യാത്ത കാര്യം എന്ന് പറയുന്നത് ലൈഫ് മിഷൻ വീടുകളിൽ പതിപ്പിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഫോട്ടോയൊന്നും പതിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. പകരം പതിപ്പിക്കാൻ പറഞ്ഞത് ഒരു ചെറിയ എംബ്ലം, അതങ്ങോട്ട് പതിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളല്ലാതെ സംഘപരിവാറിൻ്റെയും അതുപോലെ സ്വന്തം തടി തപ്പുന്നതിന് വേണ്ടിയും നിരന്തരമായി കള്ളങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടില്ലായ്മയും തുറന്നു കാണിക്കപ്പെട്ട ഒരു പത്രസമ്മേളനമാണിത്. തീർച്ചയായും. ശ്രീ രജിനസ് ഉണ്ണിത്താൻ, അതായത് മയക്കുമരുന്ന് പ്രതികളെ മഹത്വവൽക്കരിച്ചു, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ ഒരുപാട് തെളിവുകൾ പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യമാകുന്നു. മാത്രമല്ല വന്ദേ മാതരം വിഷയത്തിലും കളവ് പറയുകയും അതിനെ RSSൻ്റെ ബോധത്തെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനമായ ആരോപണം രണ്ടാമത് ഉയരുന്നത്. നോക്കൂ അജിംഷാദെ, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്നും ഒരു ധാരണയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോവുക ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് മുമ്പ് പറഞ്ഞവരോട് പറയാനുള്ളത്. ഇവിടെ മെൽറ്റയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു പൂർത്തിയായിട്ട്. മെൽറ്റയുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ റിമൂവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നേരത്തെ ഏതാണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവിലോ അല്ല പറഞ്ഞു എന്നുള്ളതാണ്. അന്ന് ആരാണ് ഡിലീറ്റ് ചെയ്തത്? അന്ന് കേരള പോലീസാണ് ഡിലീറ്റ് ചെയ്തതിനുള്ള ഓർഡർ കൊടുത്തത്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയാണോ സംഭവം? മെൽറ്റ നേരിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്.
ഇപ്പോൾ കൈരളിയുടെ പോയിട്ടുണ്ടെങ്കിൽ കൈരളിക്ക് കേസ് കൊടുക്കാം, കേരള സർക്കാർ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വേറെ ചാനലുകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം, അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കൂടെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേസ് കൊടുത്താൽ കൂടെ ആരും വേണമെന്നില്ല. ഇവിടെ ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞോ മെറ്റ ചെയ്തത് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്, ശരിയല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണ് പറഞ്ഞോ മുഖ്യമന്ത്രി? നിങ്ങൾ ആദ്യം പറഞ്ഞ ആളുകൾ പറക്കിയെടുക്കല്ലേ, പറക്കിയെടുക്കണം. ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് ചില കള്ളങ്ങൾ പറഞ്ഞ് എനിക്ക് മുമ്പുള്ളവർ ചില കള്ളങ്ങൾ പറഞ്ഞത് ഞാനത് വ്യക്തത വരുത്തുമ്പോൾ താങ്കൾ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. പിന്നെ ഇതിനകത്ത് അനിൽകുമാർ കൊലീബി സഖ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്ക് ചിരി വന്നത്. കാരണം മെറ്റ ഒഴിവാക്കി എന്റെ സംശയമാണ്, താങ്കൾക്ക് പറക്കിയെടുക്കാൻ പാകം വിധത്തിൽ തന്നെ മറുപടി പറഞ്ഞോളൂ. മെറ്റ ചെയ്ത നടപടി ശരിയല്ല, അതിനെതിരെ സർക്കാർ മൂവ് ചെയ്യും പറഞ്ഞോ മുഖ്യമന്ത്രി? പറഞ്ഞോ? മുഖ്യമന്ത്രി അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനല്ല പറഞ്ഞത്. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഇട്ട കാര്യങ്ങൾ ചെയ്തത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് കേസിന് പോവാം, ഈ സർക്കാർ കൂടെ ഉണ്ടാകുന്നല്ലേ പറഞ്ഞത്. കേട്ടില്ലെന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് അജിംഷാദെ പറഞ്ഞത്. അങ്ങനെ സർക്കാരാണ് ഡിലീറ്റ് പറയുന്ന കള്ളത്തരം കേരളത്തിലെ സർക്കാരാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര ഓഫീസോ ആണ് ഇതിന്റെ പിന്നിൽ. മുഖ്യമന്ത്രിക്ക് മുമ്പ് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരൻ പറഞ്ഞത് എന്താണ്? അല്ല, ഒരു ചോദ്യത്തിനൂടി മറുപടി പറഞ്ഞോ? ഒരു ചോദ്യത്തിലൂടെ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് KPCCയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ മന്ത്രിയായിട്ടിരിക്കുന്ന കെ മുരളീധരൻ പറഞ്ഞത് എന്താണ്? അല്ല പറഞ്ഞോടെ ഒരു ചോദ്യം എന്റെ സമയം മുഴുവൻ എടുത്തോ. ഒരു ചോദ്യം തോന്നിയവാസം കാണിച്ചാൽ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. അല്ല പറയൂ ചക്രവാണി. ഞാൻ പറയട്ടെ. എന്നിട്ട് ഈ കൊലീബി സഖ്യത്തിന്റെ കാര്യമൊക്കെ അനിൽകുമാർ ഒരൊറ്റ ചോദ്യം. ഒരു മിനിറ്റ് ഒരൊറ്റ ചോദ്യം. ആദ്യം റജീന സുള്ളിത്താനെ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്. തങ്ങളുടെ മുൻ KPCC പ്രസിഡന്റും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്ന ഈ പറയുന്നത് ശരിയല്ല. മുരളീധരൻ പറഞ്ഞത് താങ്കൾ പറയുമ്പോൾ മുരളീധരൻ പറഞ്ഞത് നിങ്ങൾ തോന്നിയവാസം കാണിച്ചാൽ ഞങ്ങൾ ഒഴിവാക്കും എന്നാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തത്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല, സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപടികൾ എടുത്താൽ അതിനെതിരെ പോരാടാൻ ഞാൻ ആദ്യം മുൻപിലുണ്ടാകുമെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് അഗ്രീവ്ഡ് പേഴ്സൺസ് പരാതി കൊടുക്കൂ, അത് കഴിഞ്ഞ് ഞാൻ കൂടെ വരാം. പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. ആ കേസുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? ഞാൻ പറഞ്ഞത് താങ്കൾക്ക് വ്യക്തമാവുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാം, അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കാര്യമില്ലെന്ന്. ഇപ്പൊ മെസ്സിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ബാധകൾ ഒഴിഞ്ഞു പോവാത്ത രീതിയിൽ മുൻ സർക്കാരിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ പറ്റിച്ചതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ഫുട്ബോൾ പ്രേമികളെ പറ്റിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മുൻ സർക്കാരിന്റെ വീട്ടിൽ വീണ്ടും വീണ്ടും ബാധയായിട്ട് വരുമ്പോ അതിനകത്ത് ഒരു വേറെ പല കാര്യങ്ങളും വഴിതെറ്റിച്ച് വിട്ട് വിവാദങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായത്. ജനങ്ങളെ പറ്റിച്ചത് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല നിങ്ങൾക്ക്. അതുമായി ബന്ധപ്പെട്ടൊന്നും പറയാനില്ല. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകൾ ഏതൊക്കെയാണ്? മെൽറ്റ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകൾ പറയാനുണ്ട്. സമയം
അല്ല ഞാൻ എന്റെ സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, സംസാരിച്ചോണ്ടിരുന്നോണ്ടല്ലേ 126 കോടി രൂപ. ഓക്കെ, അല്ല ശരി, എന്റെ സമയം മുഴുവൻ എടുത്തോ താങ്കള്, എനിക്കിനി സമയം വേണ്ട. 126 കോടി രൂപ ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ തട്ടിച്ചു? കേരള ഗവൺമെന്റിന്റെ പണമെടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങളുടെ പണമെടുത്തോ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടോ? ശരി ചക്രവാണി, രജിൻ കംപ്ലീറ്റ് ചെയ്യൂ. എനിക്ക് കെ അനിൽകുമാറിലേക്ക് പോകണം. കംപ്ലീറ്റ് ചെയ്യൂ, താങ്കളുടെ വാദങ്ങൾ കംപ്ലീറ്റ് ചെയ്യൂ. ഈ പറയുന്ന കായിക വകുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടാണ് അത് പറഞ്ഞല്ലോ. വന്ദേ ഭാരത് എന്താണ്? വന്ദേ മാതരവും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിഷയം വെച്ചില്ലെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ അനിൽകുമാറുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഈ കൊലീബി സഖ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 2024 ഏപ്രിൽ 18 അതായത് തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസം ഈ നാട്ടിലെ വൈകാരികമായി നിൽക്കുന്ന സാംസ്കാരികമായി നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ പൂരം കലക്കിയത് എങ്ങനെയാണ്? എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പറയുന്ന മഠത്തിൽ വരവും ഈ പറയുന്ന അവിടുത്തെ ഭക്തജനങ്ങളെ പിടിച്ചു നിർത്തുകയും ഈ പറയുന്ന ആനയ്ക്ക് പഴംപട്ട കൊടുക്കാൻ പോലും ഉള്ള സമ്മതിക്കാതെ അവിടെ മനഃപൂർവ്വമായി കലാപം ഉണ്ടാക്കി ഹീറോ പരിവേഷം കൊടുത്ത് ഈ പറയുന്ന സുരേഷ് ഗോപിയൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ കേരള സമൂഹത്തിന് നിൽക്കുക. അപ്പൊ നിങ്ങൾ ഈ സഖ്യത്തിന്റെ കാര്യമൊന്നും പറഞ്ഞ് ഞങ്ങൾ എടുത്തിട്ടേക്ക് വരരുത്. സഖ്യം എവിടെയായിരുന്നു? പഴയ മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം. അപ്പൊ പറഞ്ഞു തരും സഖ്യം എവിടെയായിരുന്നു. മാത്രമല്ല കോടതിയുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അത് ഉദ്യോഗസ്ഥൻ ചെയ്ത ചില വീഴ്ചകളാണ്. അതൊക്കെ നമുക്ക് പരിശോധനകളിൽ ബോധ്യമായതാണ്. താങ്കൾ അത് മറ്റൊരു രീതിയിൽ താങ്കൾ വക്രീകരിക്കുന്നു. താങ്കൾക്ക് പറയാനുള്ള എം.ആർ. അജിത് കുമാർ പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥനാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവിന് അംഗീകരിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങളുടെ CPIയുടെ മന്ത്രി രാജനും അവിടുത്തെ സുനിൽകുമാറും വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റാത്ത എം.ആർ. അജിത് കുമാറിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറഞ്ഞു പോകല്ലേ. അതല്ലല്ലോ ഞാൻ പറയുന്നില്ല. പിന്നെ മയക്കുമരുന്ന് പ്രതികളെ എങ്ങനെ മഹത്വവൽക്കരിച്ചു? എങ്ങനെയാണ് അടികൊണ്ട് വീണവർ അദ്ദേഹം എന്നൊക്കെ സൂചിപ്പിച്ചത് എന്താണ്? ആര് മഹത്വവൽക്കരിച്ചു? ഞങ്ങളുടെ പോലീസാണ്. കേരളത്തിലെ സർക്കാർ UDFന്റെ സംവിധാനത്തിലുള്ള ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഉള്ള പോലീസാണ് ഈ പറയുന്ന പ്രതികളെ പിടിച്ചത്. അവരെ ആരും രക്ഷിക്കാൻ ഇതൊക്കെ ചെയ്ത പുട്ടാ വിമലാദിത്യ ഇപ്പോ ആ സ്ഥാനത്തില്ല. അതേ ലീവിന് പോയെന്നാണ് ഔദ്യോഗിക വേർഷൻ. അപ്പൊ എന്തായാലും അദ്ദേഹമില്ല. ജയിലിലാക്കിയല്ലോ, അത് സർക്കാരിന്റെ വലിയ ഔദാര്യമല്ലേ? പിന്നെന്തിനാണ് ഈ പാവം VD സതീശനെ ഇങ്ങനെ നിങ്ങൾ ആക്രമിക്കുന്നത്? ശ്രീ കെ അനിൽകുമാർ. അല്ല, തുഫാൻ നടപടിയുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ചെയ്ത ഫലപ്രദമായൊരു കാര്യമാണെന്ന നിലയ്ക്ക് കേരള പോലീസിനെ അഭിനന്ദിക്കാൻ VD സതീശൻ തയ്യാറായോ? 2, തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് ഞങ്ങളുടെ പോലീസ് മുഖം നോക്കാതെ നടപടിയെടുക്കും, അതിൻ്റെ തെളിവാണിത് എന്ന് അഭിമാനം കൊണ്ടോ VD സതീശൻ? ഞാൻ മനസ്സിലാക്കിയത് യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും ആര് തെറ്റ് ചെയ്താലും ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ തുഫാനിൽ ഞങ്ങൾ തൂക്കിയ പോലെ തൂക്കും. അതുകൊണ്ട് എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട്, അത്തരം അവതാരങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നാണോ സതീശൻ പറഞ്ഞത്? അല്ല, സതീശൻ ആ പ്രതികളെ തള്ളിപ്പറഞ്ഞില്ല, പോലീസിനോടൊപ്പമാണ് താനെന്ന് വ്യക്തമാക്കിയില്ല, പോലീസിനെ അഭിനന്ദിച്ചില്ല. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഈ തുഫാൻ ഫലപ്രദമായി എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടോ? മുമ്പ് സഖാവ് പിണറായി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാത്രമല്ല, ഓരോ വകുപ്പിലും എന്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കും. ഇപ്പോൾ VD സതീശൻ്റെ 100 ദിന കർമ്മ പരിപാടി ഇപ്പം എന്തായി? സതീശനിൽ നിങ്ങൾ കേട്ടോ? എന്താ സതീശൻ പറയാത്തത്? ഈ ഒരു മന്ത്രിയും സതീശൻ്റെ കൂടെയല്ല, ഒരു മന്ത്രിയും സതീശൻ്റെ കീഴിലല്ല. ഞാൻ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ ചോദിച്ച ചോദ്യം ഇതാണ്. ഈ പറയുന്ന വ്യക്തിക്ക് VD സതീശൻ പറയുന്ന പോലെ അദ്ദേഹത്തിന് പരിക്കേൽക്കാനിടയായ ഒരു പോലീസ് മർദ്ദനമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് ലഭ്യമാണോ? 2, അതിന് ചികിത്സയിൽ കഴിഞ്ഞതിൻ്റെ രേഖകൾ ലഭ്യമാണോ? ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉത്തരം പറയാത്തതിന് കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ വക്താവിന് തന്നെ അറിയാം സതീശൻ പച്ച നുണയെ പറയും. ബന്ധപ്പെട്ട്
ഈ നാട്ടിൽ പച്ച നുണയെ ഈ നാട്ടിലെ പറയും. പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുൻ സർക്കാരാണ് ഇപ്പൊ പറയുന്നത് തെളിവുണ്ടോ എന്ന്. ഇങ്ങനെ മയക്കുമരുന്ന് കച്ചവടം ചെയ്ത് രാസലഹരി അടിക്കുന്നവരാണോ പ്രതിഷേധത്തിന് വന്നത്? പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാരെ ശരി ശരി രജിന, അദ്ദേഹത്തിന് സമയം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. മുഖ്യമന്ത്രിയുടെ വ്യക്തമായിട്ട് ഇന്നിട്ടാണ് താങ്കൾ തെളിവ് ചോദിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. ശരി ശരി അനിൽകുമാർ കംപ്ലീറ്റ് ചെയ്യും. അല്ല, ഇവിടെ നേരെ എതിരായ തെളിവാണ് ഉള്ളത്. വി ഡി സതീശൻ പറയുന്നു ഒരാളെ മർദ്ദിച്ച് അയാൾക്ക് നടക്കാൻ പറ്റാതെ മുഴിച്ചിലിന് വിധേയമാക്കി. പക്ഷേ ആരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? ആ വ്യക്തി അന്ന് തന്നെ പോസ്റ്റ് ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന് മർദ്ദനം ഏറ്റിട്ടില്ല എന്നല്ലേ? അദ്ദേഹത്തിന് മർദ്ദനം ഏറ്റിട്ടില്ല, ഈ രാസലഹരിയുടെ തലവന് മർദ്ദനം ഏറ്റിട്ടില്ല എന്ന് അന്നത്തെ വീഡിയോ ലഭ്യമാണല്ലോ. ആ വീഡിയോ ലഭ്യമായിരിക്കെ മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്ത് വേണം? മർദ്ദനമേറ്റതിൻ്റെ ഏതെങ്കിലും ദൃശ്യം കാണിക്കണം. മർദ്ദനമേറ്റുന്ന ഏത് വ്യക്തിയെക്കുറിച്ച് പറയുന്നു ആ വ്യക്തി തന്നെ അന്ന് തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞു. ഇത് നിങ്ങളൊക്കെ തെളിയിക്കും തിരിച്ച്. പിന്നെ 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റേ സാധ്യമുള്ളൂ, അതിനുണ്ടാക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് സതീശൻ എന്നുണ അടുത്ത ബുധനാഴ്ച വരെ പൊളിക്കാൻ നിൽക്കണ്ട, ഇപ്പം തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ബുധനാഴ്ച വേറെ നുണ പറയേണ്ടി വരും. പ്രശ്നം എന്താണ്? ഇങ്ങനൊരു മുഖ്യമന്ത്രിക്ക് എത്ര കാലം തുടരാൻ പറ്റും? നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് എത്ര കാലം തുടരാൻ പറ്റും? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നത്തെ സതീശൻ്റെ ബോഡി ലാംഗ്വേജും 1 മാസം മുമ്പുള്ള സതീശൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കിയേ. ഇന്ന് സതീശൻ ഡിഫൻസിൽ പോയി ഇല്ലേ? മുഖം നോക്ക്. ഞാൻ ലക്ഷണശാസ്ത്രം പറയുന്ന ആളൊന്നുമല്ല. സതീശൻ പൊളിഞ്ഞു. എന്തുകൊണ്ട് പൊളിഞ്ഞു? ഒന്ന് കേന്ദ്രത്തിൽ പിടിയില്ല. ഇപ്പോൾ എന്താ ഒരു അജിത് കുമാറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ പാട്ടത്തിനെടുക്കുന്നവരൊന്നുമല്ല. അജിത് കുമാറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പ്രിയങ്ക ഗാന്ധി വിളിച്ചു കൊടുത്തൊരു മുദ്രാവാക്യം മോദിക്കെതിരാണെങ്കിൽ ഏറ്റുവിളിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഇല്ല എന്ന് സതീശൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞാണ് ഡൽഹിയിലെ പരിപാടി. 2, നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് സതീശനെക്കുറിച്ചുള്ള ആക്ഷേപം എന്താണ്? കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നില്ല. ഇന്ന് സതീശൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കണം. എന്താ വ്യക്തമാക്കേണ്ടിയിരുന്നത്? ഇന്ത്യ മുഴുവൻ മോദി ചെയ്യുന്ന പരിപാടി കേരള സർക്കാർ പിന്തുണയ്ക്കുന്നില്ല. സതീശൻ പറയുമോ? എത്രയോ തവണ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ അസത്യം നിറഞ്ഞ് എത്രയോ നുണകൾ. ഇപ്പോഴത്തെ ഒരു മന്ത്രിയുണ്ടല്ലോ ബിന്ദു കൃഷ്ണ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ ഒരു ഫോട്ടോ തലവെട്ടി വേറൊരു ഫോട്ടോ വെച്ചിട്ട് ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഒരു പ്രതിക്ക് അവിടെ ബന്ധമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വ്യാജമായൊരു സാധനം ഉണ്ടാക്കിയത് ഇവർ ഷെയർ ചെയ്തല്ലേ? ഒരു മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി പോറ്റി എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ പ്രതിയുടെ തല ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയതല്ലേ കോൺഗ്രസിൻ്റെ ഹാൻഡിലുകൾ? ഇത് ചെയ്യുന്നൊരു കൂട്ടരാണ് ഈ രാസലഹരിയുടെ തലവന്മാർ. അതുപയോഗിച്ച് നിങ്ങൾ ജയിച്ചു. നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ടത് ആരാണ്? സതീശൻ. സതീശന് പഴയ ബന്ധങ്ങൾ അതൊക്കെ വേറെ. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹത്തെ ഈ നിലയിലേക്ക് വളർത്തിയെടുത്തത് ഈ ടീമാണ്. ടീം UDF എന്ന് പറഞ്ഞാൽ ടീം രാസലഹരിയാണ്. ടീം UDF എന്ന് പറഞ്ഞാൽ ടീം MDMA ആണ്. അതാണ് യാഥാർത്ഥ്യം. ഈ ടീം MDMA രക്ഷിക്കാൻ വേണ്ടി സതീശൻ ഇന്ന് ഒരു കഥ പറയുന്നു. ആരാണ് ഈ മർദ്ദനമേറ്റയാൾ? അയാൾ ഒരു രാഷ്ട്രീയ പോരാളിയാണ്. ഞാൻ ചോദിക്കുന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് മന്ത്രി ജനീഷ്. അദ്ദേഹത്തിന് മാന്യനെ അറിയത്തില്ലല്ലോ. വി ഡി സതീശൻ പറയുന്നു യൂത്ത് കോൺഗ്രസിന് മർദ്ദനമേറ്റു, ഞാൻ കാണാൻ പോയി. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തല്ലുവരെ കാണാൻ പോയില്ലേ? വരുമ്പോൾ ഒരു മർദ്ദനമേറ്റവരെ ഈ ജനീഷിന് അറിയത്തില്ലേ? ജനീഷ് എന്താ പറഞ്ഞത്? അവർ യൂത്ത് കോൺഗ്രസ്സുകാരല്ല. അപ്പോൾ അതിനൊക്കെ പ്രശ്നമായി. എന്താണ്? യൂത്ത് കോൺഗ്രസ്സുകാരല്ലാത്ത രാസലഹരിയിലെ ഗുണ്ടാ സംഘത്തോടൊപ്പമാണ് സതീശൻ്റെ സഹവാസം. ഇതിലെ തെളിഞ്ഞത്. അവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡീലിങ്സൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഡീലിങ്സിൻ്റെ ആഴം നമ്മൾ കാണുന്നുണ്ട്. അത് കച്ചവടം എന്താണ്? ആ കച്ചവടം എന്താണെന്നൊക്കെ നമ്മൾ പുറത്തു വരും. അതുകൊണ്ട് സതീശൻ ഇന്നീ മറുപടി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോയെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരു കോൺഗ്രസ് വക്താവിനും രക്ഷിക്കാനാവാത്ത പതനത്തിലാണ് സതീശൻ ചെന്നിരിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയത
KC വേണുഗോപാലിനോട് പോലും ഇന്ന് VD സതീശനെ സംബന്ധിച്ച് ഞാനൊരു കാര്യം ചോദിച്ചു. കൂടെ പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനൊന്നും മറുപടി പറയില്ല, എനിക്ക് വേറെ പാർലമെന്റിലെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് തലയൂരി പോകാനാണ് നോക്കിയത്. രജിൻ അതുകൂടി ആലോചിക്കണം VD സതീശനെ ന്യായീകരിക്കാൻ. ഞാനൊരു കാര്യം പറയാം. ആഗസ്റ്റ് 15-ാം തീയതി തേങ്ങ ഉടയ്ക്കുന്ന പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവിന്റെ ലിസ്റ്റ് ഒന്ന് കൊടുക്കാൻ ആഗസ്റ്റ് പറയുമോ? 15-ാം തീയതി തേങ്ങ ഉടയ്ക്കാൻ പോകുന്ന പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവിന്റെ